ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ത്രെഡും ബീഡ്സും വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ എന്നും നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ അല്ലാതെ ബീഡ്സ് വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്കിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എത്രയാണ് നമ്മുടെ യോക്ക് പോർഷൻ്റെ എവിടെയായിട്ട് നമ്മൾ അളവെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഡിസൈനിന് നിങ്ങൾ എടുക്കേണ്ട അളവ് ഒരു മിനിമം എൻ്റെ ഒരു അളവ് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ഒരു 6 ഇഞ്ച് അത്രയും മതി താഴത്തേക്ക് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ റൗണ്ടിനകത്തേക്ക് എന്ത് ചെയ്യുക, നമ്മളിതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഡിസൈനാണ്. ചെയ്യാനും അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ ഡിസൈനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ആ റൗണ്ടിൻ്റെയൊക്കെ ബാലൻസ് വരുന്ന സ്ഥലത്തായിട്ട് നമ്മൾ ഡോട്ടും റൗണ്ടും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതിന് ശേഷം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. മനസ്സിലായോ? കറക്റ്റ് ഇതുപോലെ വരച്ചു കൊടുക്കുക. റൗണ്ട് വരച്ചു കൊടുക്കുക. റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ റൗണ്ട് അല്ലാതെ നമ്മൾ വരുന്ന സ്പേസിലായിട്ട് ഡോട്ടും കുട്ടി കുട്ടി ലൈൻസും വരച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ യോക്ക് പോർഷൻ്റെ അവിടെ നിന്ന് 6 ഇഞ്ച് എടുത്താൽ മതി. നമ്മൾ നോക്കുക കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. ഏകദേശം ഒരു 6 ഇഞ്ച് മതി. അപ്പോൾ നമുക്ക് കട്ട് ബീഡ്സ് വേണം, റോസ് കളറിലുള്ള കട്ട് ബീഡ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പച്ച കളറിലുള്ള ബീഡ്സ് വേണം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ച് വലിയ ബീഡ്സ് ആയിപ്പോയി. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ ബീഡ്സ് എടുക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ ബീഡ്സിനേക്കാളും ചെറിയ ബീഡ്സാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വലിയ ബീഡ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്, പച്ച കളറിലുള്ളത്. അടുത്തതെന്ന് പറയുമ്പോൾ റോസ് കളർ എടുക്കുക. അതായത് ഞാൻ മെറ്റീരിയൽ എടുക്കുന്നത് റോസ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് റോസ് കളറിലുള്ള ബീഡ്സ് എടുക്കുക കേട്ടോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും ചെറിയ സൈസ് എടുക്കുക. എൻ്റെ കയ്യിൽ വലിയ സൈസേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഒരു 3 കളറിലുള്ള ത്രെഡാണ് വേണ്ടത്. എൻ്റെ മെറ്റീരിയൽ, അതായത് റോസ് കളർ മെറ്റീരിയലിന് ചേരുന്ന 3 ത്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന കളർ മെറ്റീരിയലിന് ചേരുന്ന 3 ത്രെഡ് നിങ്ങൾ എടുക്കണം. ആങ്കർ ത്രെഡ് വേണമെങ്കിൽ അതെടുക്കാം. അതല്ല നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് വേണമെങ്കിൽ അതെടുക്കാം. ത്രെഡിനെ കുറിച്ച് ഇതുവരെയും ഒന്നും പിടികിട്ടാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കോട്ടൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ മെറ്റീരിയൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് റിംഗ് നോട്ട് ഫ്ലവർ ആണ്. നമ്മളിത് കംപ്ലീറ്റ് റൗണ്ടിൽ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെടുത്ത 3 കളർ ത്രെഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിന് ചുറ്റിനുമായിട്ട് നമ്മൾ റിംഗ് നോട്ടുകൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുക്കാവുന്നതാണ്. പിന്നെ നീഡിൽ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, മുന്നേ അറിയാമല്ലോ, ഞാൻ എടുക്കുന്ന എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എടുക്കുന്ന നീഡിലെന്ന് പറയുമ്പോൾ നമ്മുടെ സാറ്റിൻ റിബൺ കോർക്കുന്ന നീഡിലാണ് എടുക്കുന്നത്. എനിക്കതാണ് കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു നീഡിലാണ് കേട്ടോ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ആയാലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതായത് ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് റിംഗ് നോട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചെയ്യുന്ന ഡിസൈൻസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ?
എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റിൽ പറയുന്നത് എനിക്കറിയാവും. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു Q&A പോലെ ചെയ്യാം. നിങ്ങൾ ഡെയിലി ചോദിക്കുന്ന കുറേ കമൻറ്റിന് റിപ്ലൈ ആയിട്ട്. അപ്പോൾ ഞാൻ Q&A വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ സ്റ്റാൻഡിൻ്റെ കാര്യവും ത്രെഡിൻ്റെയും നീഡിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഉടനെ അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം നിങ്ങൾ ചോദിക്കുന്നതല്ലേ എൻ്റെ അടുത്ത്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഫ്ലവേഴ്സിനെല്ലാം 5 പെറ്റൽസ് വെച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അതായത് ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷം, സെൻറ്ററിലായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷം ചുറ്റിനുമായിട്ട് 5 റിംഗ് നോട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പച്ച കളർ വെച്ച് ചെയ്തു. ഇനി നമുക്കിത് ഈ ഒരു കളർ വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ഡിസൈൻസ് എല്ലാം ബിഗിനേഴ്സിനും മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈൻസാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഫ്ലവർ എല്ലാം ഇതുപോലെ ചെയ്തു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു റോസ് കളർ ബീഡ്സ്, പിന്നെ പച്ച കളറിലുള്ള ബീഡ്സ്, അതൊക്കെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ബീഡ്സ് എടുക്കുമ്പോൾ, അതായത് റോസ് കളറിലുള്ള ബീഡ്സും പച്ച കളറിലുള്ള ബീഡ്സും എടുക്കുന്ന ടൈമിൽ നിങ്ങൾ കുറച്ചുകൂടെ ചെറിയ ബീഡ്സ് എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ബീഡ്സ് എടുക്കുമ്പോൾ കുറച്ച് ചെറിയ സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി.
അപ്പോൾ എന്നിട്ട് അതായത് ബീഡ്സ് നമ്മൾ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കട്ട് ബീഡ്സ് ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ എന്താ കുർത്തിയോ ഒക്കെ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തിയിലൊക്കെ ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ അതായത് റോസ്, പിന്നെ ഒരു നീല പോലെ വരുന്ന ഒരു കളറ്, പിന്നെ പച്ച കളറ്, ഇങ്ങനെ 3 കളറിലെ ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ സ്പ്രെഡ് ചെയ്ത് ആ ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പ്രെഡ് ചെയ്ത പോലെ ബാക്കി ഭാഗത്ത് എന്ത് ചെയ്തു, കട്ട് ബീഡ്സും വെച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഡിസൈനിൽ വീഡിയോയിൽ കാണാം ഡിയേഴ്സ്. താങ്ക്